പത്തനംതിട്ടയിൽ വനപാലകർക്കെതിരായ CPIഎമ്മിന്റെ ഭീഷണി പ്രസംഗത്തിൽ വിമർശനവുമായി CPI. വനപാലകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം PR ഗോപിനാഥൻ പറഞ്ഞു. കൈവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തിന്റെ നയമല്ല. കോന്നി അടവിൽ CITUവിന്റെ കൊടിമരം മാറ്റിയ വനപാലകന്റെ കൈവെട്ടുമെന്നായിരുന്നു CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദിന്റെ ഭീഷണി. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, ഇപ്പോൾ ഈ നടപടിയിൽ വനപാലകർക്ക് അനുകൂലമായിട്ടാണ് CPI പ്രതികരിച്ചിരിക്കുന്നത്. അബിനിൽ, പത്തനംതിട്ട കോന്നിയിൽ CITUവിന്റെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില തർക്കങ്ങൾ നടന്നിരുന്നു. പ്രധാനമായും വനപാലകരുമായി CPMന്റെ നേതൃത്വം തർക്കിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു. തണ്ണിത്തോട് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദ് വനപാലകരുടെ കൈവെട്ടും എന്ന ഒരു ഭീഷണി പ്രസംഗം കൂടി നടത്തിയിരുന്നു. ഈ കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിന് മുന്നിൽ CITUവിന്റെ കൊടിമരം സ്ഥാപിക്കുകയും പിന്നീട് വനപാലകർ എത്തിയ കൊടിമരം നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. വനഭൂമിയിലാണ് ഈ കൊടിമരം നാട്ടിയതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വനപാലകർ ഈ കൊടിമരം അവിടെ നിന്ന് നീക്കിയത്. തുടർന്ന് കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നിരുന്നു. അവിടെ വെച്ചാണ് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വിവാദപരമായിട്ടുള്ള പ്രസംഗം നടന്നത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ CPIയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. CPI നേതൃത്വം വ്യക്തമാക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അവരെ തടയുന്നതിന് CITUവിനോ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്കോ അവകാശമില്ല. പ്രത്യേകിച്ചും CPMന് അത്തരമൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CITUവിന്റെ കൊടിമരം അവിടെ സ്ഥാപിച്ച സ്ഥിതിക്ക് AITUCയുടെ കൊടിമരം കൂടി അവിടെ നാട്ടാനുള്ള അതിനുള്ള ഒരു സമ്മതം കൂടി വനപാലകർ നൽകണമെന്നൊരു ആവശ്യം കൂടി നൽകിയത്. CPIഎമ്മിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPI അടവി ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ.